കലൂരിലെ അപകടത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. കലൂരിലെ അപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമാ തോമസ് വീഴുന്ന ദൃശ്യമാണ് ഇത്. എത്രത്തോളം അനാസ്ഥയാണ് ഇതിൽ പ്രകടമാകുന്നെന്നുള്ളത് വ്യക്തമാണ്. ഒരു റിബൺ മാത്രമാണ് ആ വേദിയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. അതിലേക്ക് MLA ചാരാൻ പോകുമ്പോൾ അതിൽ പിടിക്കുമ്പോഴാണ് താഴേക്ക് വീഴുന്നത്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തോമസ് MLA വീഴുന്ന ആ നിർണായക ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം MLA കസേരയിലേക്ക് ഇരിക്കുന്നു, അതിനുശേഷം എഴുന്നേൽക്കുന്നു. ആ റിബണിലേക്ക് ചാഞ്ഞ് വീഴുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി റിയ ബേബി ചേരുന്നുണ്ട് നമുക്കൊപ്പം. റിയ, ഇപ്പോൾ ഈ അപകടത്തിന്റെ ഒരു നിർണായകമായ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വേദിയിൽ ആ റിബൺ മാത്രമാണ് കെട്ടിവെച്ചിട്ടുള്ളത്. ആ റിബണിലേക്ക് ചരിഞ്ഞാണ് MLA വീഴുന്നത്. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? സംഘാടകർ ഇന്നലെ പോലും ഓസ്കാർ വിഷന്റെ സംഘാടകൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഒരു തരത്തിലുമുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ്. അത് മുഴുവൻ തെറ്റാണെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയതാണ് ദൃശ്യങ്ങൾ. ആ സ്റ്റേജ് ക്രമീകരിച്ചതിൽ മുതൽ അടിമുടി വീഴ്ച, സുരക്ഷാ വീഴ്ച വന്നു എന്നത് തെളിയിക്കുന്നു. ഉമാ തോമസ് MLA ആ സ്റ്റേജിന്റെ മുമ്പിലൂടെ നടന്നു വരുന്നു. ആ ഒരു ലൈൻ കാണാം, അതാണ് അതിന്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതിന് അപ്പുറത്തേക്ക് 14 അടി താഴ്ചയാണ്. ഉമാ തോമസ് MLA വരുന്നു, കസേരയിൽ ഇരിക്കുന്നു. അവർ നടന്നു പോകുന്ന കാലിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കറിയാം, ഒരു കാൽ അടി അപ്പുറത്തേക്ക് വെച്ചാൽ അവർ താഴേക്ക് പോകുന്ന തരത്തിൽ മാത്രം ക്രമീകരണം. അതായത് ഉമാ തോമസ് MLAക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ കഴിയുന്ന ഒരകലം മാത്രമായിരുന്നു ആ സ്റ്റേജിൽ കസേരയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അതിനിടയിൽ ലൈറ്റുണ്ട്. സംഘാടകരിൽ ഒരാളായ പൂർണിമ, അവരെ ഈ കേസിലെ പ്രതി കൂടിയാണ് വഞ്ചന കുറ്റത്തിൽ. പൂർണിമ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവർക്കൊപ്പം നടക്കുന്നു. അതിനിടയിൽ പൂർണിമ കസേര പിന്നോട്ട് വലിക്കുന്നു. സിജോയ് വർഗീസ് ആ കസേരയുടെ തൊട്ട് പിന്നിലായി നിൽക്കുന്നു. കമ്മീഷണറുടെ തൊട്ടടുത്തെത്തുമ്പോഴാണ്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ തൊട്ടടുത്തെത്തുമ്പോഴാണ് ഉമാ തോമസ് MLA കാല് വഴുതി താഴേക്ക് പോകുന്നത്. അവർ വീഴാൻ പോകുമ്പോൾ ആ ബാരിക്കേഡിന് പകരം വെച്ചിരുന്ന ക്യൂ മാനേജറിന്റെ റിബണിൽ കയറി പിടിക്കുന്നുണ്ട്. അത് സഹിതം
MLA താഴേക്ക് പതിക്കുന്ന 14 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. സംഘാടകർക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത അത്യന്തം ഗൗരവമായ വീഴ്ച വെളിവാക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. ഈ അപകടം നടന്നപ്പോൾ തന്നെ അതിന്റെ വോളണ്ടിയേഴ്സ് ആരുടെയെങ്കിലും കയ്യിൽ ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അതിൽ കൃത്യമായി മനസ്സിലാകും ഒരാൾക്ക് നടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ മാത്രം കസേര ക്രമീകരിച്ചു. അതായത് ഉമാ തോമസ് MLAക്ക് കഷ്ടിച്ച് നടന്നു പോകാവുന്ന, കസേരയുടെ മുമ്പിലൂടെ നടന്നു പോകാവുന്ന തരത്തിലായിരുന്നു കസേര. സംഘാടകർ ആദ്യഘട്ടം മുതൽ, അതായത് ജിനീഷ് ആദ്യഘട്ടം വിശദീകരിച്ചത്, ഞങ്ങൾ പുറകിൽ കൃത്യമായ അകലം ക്രമീകരിച്ചിരുന്നു ആളുകൾക്ക് നടന്നു പോകാവുന്ന തരത്തിൽ, അതുകൊണ്ട് മുമ്പിലൂടെ പോകേണ്ടി എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന ബാലിശമായ വിശദീകരണം ആദ്യഘട്ടം ഇതിന്റെ സംഘാടകൻ ജിനീഷ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം MLA നടന്നു പോകുന്നു. ഇതിന്റെ സംഘാടകരിൽ ഒരാളായ പൂർണിമയാണ് ആ നടന്നു പോകാവുന്ന സ്പേസിൽ മുമ്പിൽ നിൽക്കുന്നത്. ആ കുറച്ചു മാത്രം അകലം അവിടെ ക്രമീകരിക്കുമ്പോൾ സംഘാടകരിൽ ഒരാൾ കൂടി ഒരാൾക്ക് നടന്നു പോകാവുന്ന സ്പേസിൽ നിൽക്കുന്നുണ്ട്, വഴിമുടക്കി നിൽക്കുന്നുണ്ട്. ചോദിച്ചോട്ടെ, ഈ ഉമാ തോമസ് വീണതിന് ശേഷം എത്ര മണിക്കൂർ ആ പരിപാടി തുടർന്നു? ഉമാ തോമസ് MLA വീണതിന് ശേഷം 8 മിനിറ്റ് ഇതിന്റെ പ്രകടനം നടന്നു. അതായത് ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയുള്ള 8 മിനിറ്റ് അതിന്റെ പ്രകടനം, ഭരതനാട്യ പ്രകടനം നടന്നു. അതിനുശേഷം പാരീസ് ലക്ഷ്മിയുടെ നൃത്താവിഷ്കാരം സ്റ്റേജിൽ അരങ്ങേറി. അത് എത്ര സമയമുണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷം വളരെ ആഹ്ലാദത്തോടെയുള്ള സംഘാടകരുടെ സമ്മാനദാനങ്ങൾ നൽകുന്നതിൻ്റെയും ഈ പരിപാടി വളരെ വിജയകരമായതിൻ്റെ സന്തോഷമൊക്കെ അവർ പങ്കുവെക്കുന്ന ആ അവതാരകയുടെ പ്രതികരണമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കേട്ടതാണ്. ഇത് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇവിടെ ഉണ്ടായത്, അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ടെന്ന തരത്തിലുള്ള ആഹ്ലാദ പ്രകടനം നടന്നു. സിജോയ് വർഗീസ, അതായത് അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ വെച്ചാണ് ഉമാ തോമസ് MLA വീഴുന്നത്. സിജോയ് വർഗീസ പരിപാടിയുടെ അവസാനം വരെ ആ സ്റ്റേജിലുണ്ടായിരുന്നു. പിന്നീട് ഗിന്നസ് റെക്കോർഡ് കൈമാറുന്ന പരിപാടി നടന്നു. ഇതിനിടയിൽ ഒരു മ്യൂസിക് പ്രോഗ്രാം അതിൻ്റെ ഇടയിൽ, അതായത് ഉമാ തോമസ് MLA വീണ് അവിടെ നിന്ന് പോയതിനു ശേഷം ഒരു മ്യൂസിക് പ്രോഗ്രാം അരങ്ങേറി. നിലവിളക്ക് കൊടുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 8 മിനിറ്റ് ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയുള്ള 11,600 പേർ പങ്കെടുത്ത ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള ഭരതനാട്യം ആ വേദിയിൽ അരങ്ങേറി. അതിനുശേഷം അവർ പറഞ്ഞത് ഞങ്ങൾ കാത്തിരുന്ന് നടത്തിയ ഒരു പരിപാടിയാണ്, അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു. അങ്ങനെയെങ്കിൽ ആ 8 മിനിറ്റ് പരിപാടി അല്ലല്ലോ അവിടെ നടന്നത്. അതിനുശേഷവും പാരീസ് ലക്ഷ്മിയുടെ നൃത്താവിഷ്കാരം നടന്നു. അതിന് ഗിന്നസ് റെക്കോർഡുമായി എന്ത് ബന്ധമാണുള്ളത്? ആ നൃത്താവിഷ്കാരം നടന്ന് വളരെ ആഘോഷത്തോടെ ആ സ്റ്റേജിൽ കാണാം, കൃത്യമായ ആഘോഷ പ്രകടനങ്ങളൊക്കെ നടത്തി ഈ പരിപാടി നടന്നു. ആ പരിപാടി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിൽ ഇതിന്റെ പ്രധാന സംഘാടകർ ആ സ്റ്റേജിൽ തുടർന്നു എന്നതാണ്. ഇത്രയും നിരുത്തരവാദിത്വപരമായ ഒരു പരിപാടി സംഘടിപ്പിച്ച് 14 അടി താഴ്ചയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട വേദിയിലെത്തിയ ഉമാ തോമസ് MLA താഴേക്ക് പതിച്ച അതീവ ഗുരുതരാവസ്ഥയിൽ രക്തം വാർന്ന് അവരെ അവിടെ നിന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടു നിന്ന സംഘാടകർ ആ പരിപാടിയുടെ അവസാനം വരെ അവിടെ നിന്നു. ഗിന്നസ് റെക്കോർഡ് ഏറ്റുവാങ്ങി. അതിനുശേഷം നന്ദി പ്രകടിപ്പിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആ വേദിയിൽ നിന്ന് ഒരു വാക്ക് പോലും MLAക്കുണ്ടായ അപകടത്തെക്കുറിച്ച് പറഞ്ഞില്ല. ആകെ MLAക്കുണ്ടായ അപകടത്തെക്കുറിച്ച് ആ വേദിയിൽ സംസാരിച്ചത് ഇതിന്റെ അവതാരകയായിരുന്ന മീരയാണ്. പക്ഷെ അവർക്ക് ഏത് MLA ആണ് വീണതെന്ന് പോലും കൃത്യമായി മനസ്സിലായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല, MLA സാർ സുഖമായിരിക്കുന്നു എന്ന 2 വാക്കുകളാണ് ഈ അപകടത്തെക്കുറിച്ച് അവതാരക സ്റ്റേജിൽ പറഞ്ഞത്. ഇത് കണ്ടു നിന്ന സിജോയ് വർഗീസ്, ഈ കേസിൽ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്ന സിജോയ് വർഗീസിന്റെ കൺമുമ്പിൽ വെച്ചാണ് ഈ അപകടം നടന്നത്. ഒരു വാക്ക് അപകടത്തെക്കുറിച്ച് നടൻ സിജോയ് വർഗീസ് ആ വേദിയിൽ സംസാരിച്ചില്ല. ഇതിന്റെ സംഘാടകരിൽ ഒരാളായ വേദിയിൽ തന്നെ അവതാരകർ എടുത്തു പറയുന്നുണ്ട്, പൂർണിമ ദിവ്യ ഉണ്ണിയുടെ അടുത്ത സുഹൃത്താണ്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ആദ്യ അവസാനം മുതൽ മുമ്പിൽ നിന്ന ആളാണ്, അമേരിക്കയിൽ താമസമാക്കുന്ന ആളാണ്. പൂർണിമയുടെ കൺമുമ്പിൽ കൈയുടെ അറ്റത്ത് വെച്ചാണ് MLA താഴേക്ക് പതിക്കുന്നത്. അവർ ഒരു വാക്ക് വേദിയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. സംഘാടകർക്ക് ഒരു ഉത്തരവാദിത്തമില്ല എന്ന ചോദ്യമാണ് ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ വരുന്നത്. കമ്മീഷണർ ഞാൻ റിയയിലേക്ക് എത്താം.